ഈ സിനിമയുടെ കഥാപാത്രങ്ങൾക്കോ കഥയ്ക്കോ ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് എല്ലാ സിനിമയ്ക്ക് മുമ്പും എഴുതി കാണിക്കുന്ന ക്ലീഷേ ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ ചിത്രമായ നരിവേട്ടയിലും ആവർത്തിക്കുന്നുണ്ട്. എങ്കിലും കേരളത്തെ പിടിച്ചുകുലുക്കിയ മുത്തങ്ങ സമരവും തുടർന്നുണ്ടായ പോലീസ് വെടിവയ്പുമാണ് ഈ ചിത്രത്തിന്റെ പ്രമേയമെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് മാത്രമല്ല, അത് അങ്ങനെയല്ലെന്ന് അണിയറക്കാർ ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. PSC പരീക്ഷകൾ എഴുതി ജീവിതത്തെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ നടക്കുകയാണ് വർഗീസ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം താല്പര്യമില്ലാതിരുന്നിട്ടും അയാൾ പോലീസ് കോൺസ്റ്റബിൾ ജോലിയിൽ പ്രവേശിക്കുന്നു. AR ക്യാമ്പിൽ ജോലി നോക്കവേ ആദിവാസികൾ നടത്തുന്ന ഭൂസമരത്തെ നേരിടാനായി വർഗീസും സഹപ്രവർത്തകരും വയനാട്ടിലേക്ക് പോകുന്നു. പിന്നീട് അവിടെയുണ്ടാകുന്ന പോലീസ് നടപടികളും തുടർ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഇതിപ്പോ ഇവന്മാർക്ക് നമ്മൾ കാവൽ നിൽക്കുന്ന പോലെയല്ലേ സാറേ? ഒരു ഡോക്യു ഫിക്ഷൻ രീതിയിലാണ് സിനിമയുടെ ആദ്യ പകുതി ഒരുക്കിയിരിക്കുന്നത്. വർഗീസ് എന്ന ചെറുപ്പക്കാരന്റെ സാങ്കല്പിക കഥയെ ആദിവാസി ഭൂസമരമെന്ന റിയൽ ലൈഫ് ഇൻസിഡന്റുമായി ചേർത്തിണക്കിയാണ് സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണം. നോൺ ലീനിയർ കഥ പറച്ചിലാണ് സിനിമയിൽ സ്വീകരിച്ചിരിക്കുന്നത്. വർഗീസിന്റെ വീടും പശ്ചാത്തലവും ഒക്കെ കാണിച്ചാണ് സിനിമ ആരംഭിക്കുന്നത്. ആലപ്പുഴയിലെ കായലോരത്ത് ആരംഭിക്കുന്ന സിനിമ പിന്നീട് വയനാട്ടിലെ മലമടക്കുകളിലേക്ക് മാറുമ്പോൾ പശ്ചാത്തലത്തിനൊപ്പം സിനിമയുടെ സ്വഭാവവും മാറുന്നു.